നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. പ്രശാന്ത്, ഇന്നലെ UDF സർക്കാർ അധികാരത്തിൽ വന്നു. ഇന്നലെ ഏറ്റവും കൂടുതൽ ആശങ്കയുണ്ടായത് മുഹമ്മദ് റിയാസിനാണ്. മുഹമ്മദ് റിയാസിൻ്റെ ആശങ്ക വന്ദേമാതരം മൊത്തം പാടിയതിലാണ്. ഈ വന്ദേമാതരം പാടിയാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം കേരളത്തിലുണ്ടോ? കേരളത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമുണ്ടോ എന്ന ചോദ്യത്തിന് നമ്മൾ ഇതിൻ്റെ കുറച്ച് പുറകിലേക്ക് സഞ്ചരിക്കണം. ഇതിൻ്റെ ചരിത്രം കൂടി മനസ്സിലാക്കണം. നമ്മൾ ആ കാഴ്ച വളരെ മനോഹരമായിരുന്നു. എന്ന് വെച്ചാൽ ഈ വന്ദേമാതരം ചൊല്ലുന്നു, പ്ലേ ചെയ്ത ഉടനെ തന്നെ എല്ലാവരും എഴുന്നേറ്റ്, ഗവർണർ ഉൾപ്പെടെ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നു. വേദിയിലുണ്ടായിരുന്ന രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, VD സതീശൻ എന്തോ അബദ്ധത്തിനിരിക്കുകയായിരുന്നു. രാഹുൽ പെട്ടെന്ന് തന്നെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. അദ്ദേഹം ഉടനെ ചാടി എണീറ്റ് അറ്റൻഷനായിട്ട് നിന്നു. മുസ്ലിം ലീഗിൻ്റെ മന്ത്രിമാരെല്ലാവരും, ആ വേദിയിലുണ്ടായിരുന്ന എല്ലാവരും, സദസ്സിലുണ്ടായിരുന്ന എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ബഹുമാനത്തോടുകൂടി വന്ദേമാതര ആലാപനം തീരുന്നത് വരെ വളരെ എന്താ പറയുക, ഏകാഗ്രതയോടുകൂടി നിന്നു. അത് പങ്കെടുത്തു. ചടങ്ങൊക്കെ വളരെ മനോഹരമായിട്ട് നടന്നു. അത് ശുഭപര്യവസാനി ആയി. പക്ഷേ അത് കഴിഞ്ഞിട്ട് പിന്നീട് ഈ ആശങ്ക വേറെ ആർക്കും, മുസ്ലിം ലീഗിൻ്റെ മന്ത്രിമാർക്കോ പാണക്കാട് തങ്ങൾക്കോ ഒന്നുമില്ലാത്ത ആശങ്ക ഈ ഇദ്ദേഹത്തിന് റിയാസിനുണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ കേന്ദ്ര സർക്കാർ നേരത്തെ തന്നെ ഈ വന്ദേമാതരത്തിൻ്റെ കാര്യത്തിൽ നിയമ ഭേദഗതി കൊണ്ടുവന്നു. എങ്ങനെ? വന്ദേമാതരത്തിൻ്റെ 150-ാം വാർഷികത്തോടനുബന്ധിച്ചാണ് നിയമ ഭേദഗതി കൊണ്ടുവന്നത്. വന്ദേമാതരം മുഴുവനും പാടണം, ദേശീയ ഗീതമാണ്, ദേശീയ ഗാനത്തോടൊപ്പം തന്നെ പ്രാധാന്യമുണ്ട് എന്നൊക്കെ കൃത്യമായിട്ട് ആ നിയമ ഭേദഗതിയിൽ എല്ലാം ചൂണ്ടിക്കാണിച്ചു പഴുതടച്ച. മാത്രമല്ല, അതിനെ അപമാനിക്കാൻ ശ്രമിച്ചാൽ, അത് അപമാനിച്ചാൽ തീർച്ചയായിട്ടും നിയമ നടപടി, അതിനെ ക്രിമിനൽ കുറ്റമായിട്ട് തന്നെ കാണും, നിയമ നടപടി നേരിടേണ്ടി വരും എന്നൊക്കെ നമുക്ക് ആ നിയമ ഭേദഗതിയിൽ നിന്ന് മനസ്സിലായി. അപ്പോൾ ഇവിടെ ഈ റിയാസിന് ഈ ആശങ്ക ഉയരാനുള്ള കാരണം എന്താണ്? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ വന്ദേമാതരം എന്ന് പറയുന്നത് ഒരു കാലത്ത് ഇന്ത്യയിലെ വിപ്ലവകാരികളെ ത്രസിപ്പിച്ച ഒരു ദേശീയ ഗീതമാണ്, അല്ലേ? ദേശഭക്തി ഗാനമാണ്. അത് വെറും ഒരു ദേശഭക്തി ഗാനമല്ല, ഭാരതത്തിൻ്റെ ആത്മാവിനെ സ്വാംശീകരിച്ച ഒരു ഗാനമാണ്, അല്ലേ? ഈ ദുർഗ, സരസ്വതി, ലക്ഷ്മി എന്നൊക്കെ കേൾക്കുമ്പോൾ അത് കേവലം ഹൈന്ദവ ബിംബങ്ങൾ എന്ന് മാത്രം കരുതുക. അതിനൊരു വലിയ അർത്ഥമുണ്ട്. റിയാസിന് ഭാഷ അറിഞ്ഞൂടാത്തത് ഞങ്ങളുടെ ആരുടെയും കുറ്റമല്ല. ഈ മദ്രസയിൽ പോയി പഠിക്കുന്ന സമയത്ത് മര്യാദയ്ക്ക് നേരെ ചൊവ്വേ മലയാളം പഠിച്ചിരുന്നെങ്കിൽ, കുറച്ച് മലയാളം പഠിച്ചിരുന്നെങ്കിൽ അത് മനസ്സിലായേനെ. ദുർഗ എന്ന വാക്കിന് ദുഷ്ടന്മാർക്ക് ഗമിക്കാൻ കഴിയാത്ത ഇടം എന്നാണ് അർത്ഥം. അതായത് ഭാരതത്തിലേക്ക് ദുഷ്ടന്മാർക്ക് വന്നു കയറാൻ കഴിയില്ല, അങ്ങനെ ഒരു അർത്ഥം അതിനുണ്ട്. ഇനി സരസ്വതി എന്ന് വെച്ചാൽ ജ്ഞാനം എന്നാണ് അർത്ഥം, അറിവ് എന്നാണ് അർത്ഥം. അതിനെ ഒരു കൂട്ടം ആൾക്കാർ ഒരു ദേവതാ രൂപമായിട്ട് സങ്കല്പിച്ചു, മറ്റു ചിലർ അതിനെ ജ്ഞാനമായിട്ട് തന്നെ കണ്ടു. കവി അവിടെ ജ്ഞാനം എന്നുള്ള അർത്ഥത്തിലാണ് ഭാരതം. അതായത് ഒരു പഴയൊരു കഥയുണ്ട്, മനുസ്മൃതിയിലെ കഥയാണ്. ഈ മനുസ്മൃതി എന്നൊക്കെ പറഞ്ഞാൽ ഇവർക്ക് കുരു പൊട്ടും. കുറച്ച് കുരു പൊട്ടിക്കാൻ വേണ്ടി തന്നെയാണ് ഇത് പറയുന്നത്. പാരസമണി എന്നൊരു രത്നക്കല്ലുണ്ട്. ഈ പാരസമണി കൊണ്ട് തൊട്ടാൽ ഏത് ലോഹവും സ്വർണമായി മാറും എന്നാണ് ഈ മനു പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, സത്യത്തിൽ ഇതൊരു സാങ്കല്പിക കല്ലാണ്, അങ്ങനൊരു കല്ലില്ല. പക്ഷേ യഥാർത്ഥ പാരസമണി ഭാരതമാണ്. കാരണം ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് അറിവ് തേടി മനുഷ്യർ ഇവിടെ വന്നിരുന്നു. നോക്കൂ, മനുസ്മൃതി വളരെ പഴക്കം ചെന്നൊരു ഗ്രന്ഥമാണ്. അതിൻ്റെ കാലനിർണയം പോലും ശരിക്കും നടത്തിയിട്ടില്ല. പിന്നെ സായിപ്പിന് കാലം ബൈബിളിന് മുമ്പും പിമ്പും ആക്കിയത് കൊണ്ട് മനുസ്മൃതിക്ക് 5000 വർഷത്തെ പഴക്കമുണ്ട്, 6000 വർഷത്തെ പഴക്കമുണ്ടെന്നൊക്കെയുള്ള കള്ളക്കഥകൾ എഴുതി വെച്ചിട്ടുണ്ട്. അതൊന്നുമല്ല. മനുസ്മൃതി മാത്രമല്ല, ഒരുപാട് സ്മൃതികൾ, യാജ്ഞവൽക്യ സ്മൃതിയുണ്ട്, പിന്നെ അങ്ങനെ പല പല സ്മൃതികളുണ്ട്, പരാശര സ്മൃതിയുണ്ട്. അപ്പോൾ അതിൽ ഈ മനുസ്മൃതിയുടെ പഴക്കമൊന്നും നിശ്ചയിക്കാൻ പറ്റിയിട്ടില്ല ഇപ്പോഴും. ഇരിക്കട്ടെ. അപ്പോൾ അതിനകത്ത് പറയുന്നു യഥാർത്ഥ പാരസമണി ഭാരതമാണ്. എന്താ കാര്യം? അറിവ് തേടി ആൾക്കാർ ഇവിടെ വരുന്നു, ഇവിടുന്ന് പഠിച്ച് വിദ്വാൻമാരായി ആ നേടിയ അറിവുമായിട്ട് സ്വന്തം ദേശത്തേക്ക് മടങ്ങി അവർ അത് അവിടെ പ്രചരിപ്പിക്കുന്നു. അവിടെ വലിയ പിന്നെ എന്താ പറയുക, അവരുടെ ആ അറിവ് ഉപയോഗിച്ച് അവർ സമാജ സേവനം നടത്തുന്നു. അതിപ്പോഴും ഉണ്ട്. അതെ, ഫോറിനേഴ്സ് ഒക്കെ ഇവിടെ വന്ന് നമ്മുടെ ആയുർവേദം ഏറ്റവും കൂടുതൽ കേരളത്തിലേക്കാട്ടി കൂടുതൽ, ഒരുപക്ഷെ ഇന്ത്യയെക്കാട്ടി കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്നത് വിദേശ രാജ്യങ്ങളിലാണ്. അതെ, അതുപോലെ പല കാര്യങ്ങളും അങ്ങനെ വിദേശ രാജ്യങ്ങളിൽ അതിനകത്തൊക്കെ ചില കാര്യങ്ങളുണ്ട്. ഞാനിപ്പോൾ അതിലേക്ക് പോകുന്നില്ല.
കാരണം ഈ ആയുർവേദത്തിന് അമേരിക്കയിലൊക്കെ ചില ബാനൊക്കെ ഉണ്ട്, അതവിടെ നിൽക്കട്ടെ. എങ്കിലും ഇവരിവിടെ വന്ന് പഠിക്കുന്നു ഇതൊക്കെ. അതുമാത്രമല്ല, സംസ്കൃത ഭാഷയെ പഠിക്കുന്നുണ്ട്, വേദങ്ങളെക്കുറിച്ച്, ഉപനിഷത്തുക്കളെക്കുറിച്ച്, ദർശനങ്ങളെക്കുറിച്ച്, നമ്മുടെ പ്രാചീന ശാസ്ത്രങ്ങളെ, നമ്മൾ വെസ്റ്റേൺ കൾച്ചറിനെ അഡാപ്റ്റ് ചെയ്യാൻ അവരിവിടെ വന്ന് നമ്മുടെ കല, നമ്മുടെ ശാസ്ത്രം, ജീവിതം, നമ്മുടെ ജീവിത രീതി പോലും, വിവാഹ സങ്കല്പം പോലും അവർക്ക് വലിയ അതിശയം. എത്ര പേരാണ് ഇവിടെ വന്ന് ഈ ഹൈന്ദവ രീതിയിൽ, വൈദികമായ രീതിയിൽ ഹോമമൊക്കെ നടത്തി കല്യാണം കഴിച്ചുകൊണ്ട് പോകുന്നു. അപ്പൊ ഇതൊക്കെ ഏറ്റവും സങ്കുചിതമായ ചിന്ത കൊണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ സങ്കുചിതമായ ചിന്ത കൊണ്ടുണ്ടാകുന്നതാണ്. മാത്രം പോയി പഠിച്ചതിന്റെ ഫലമാണ് അത്. കുറ്റം നമ്മുടേതല്ല. ഇരിക്കട്ടെ. അപ്പോൾ ഈ പറഞ്ഞ തരത്തിൽ ദുർഗ, ലക്ഷ്മി എന്ന് വെച്ചാൽ ഐശ്വര്യം, സമ്പത്ത് എന്നാണ് അർത്ഥം. അതിനെ ഒരു സ്ത്രീ രൂപമായിട്ട് സങ്കല്പിക്കുന്നവർ സങ്കല്പിച്ചോട്ടെ, അവരുടെ സ്വാതന്ത്ര്യം. ഇനി ഞാൻ അങ്ങനെ സങ്കല്പിക്കുന്നില്ല. മൂകാംബിക ക്ഷേത്രത്തിലൊക്കെ അങ്ങനെയാണെങ്കിൽ എനിക്കറിയാവുന്ന ടി ആർ റസാഖ്, കോഴിക്കോടുകാരൻ തന്നെയാണ് തിരക്കഥാകൃത്ത്. ഞാൻ ടി ആർ റസാഖിനെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട് ഒരു മൂകാംബിക പതിപ്പിന് വേണ്ടി, ജന്മഭൂമിയിലുള്ള സമയത്ത്. ടി ആർ റസാഖ് ഒരു പേന എഴുതണമെങ്കിൽ ടി ആർ റസാഖ് അവിടെ പൂജിച്ച പേന കൊണ്ട് മാത്രം എഴുതുള്ളൂ. അദ്ദേഹമൊക്കെ അവിടെ സ്ഥിരമായി മൂകാംബികയിലാണ് അതെല്ലാം പറഞ്ഞാലും അവിടെ ജാതിയോ മതമോ സരസ്വതി മണ്ഡപത്തിലിരുന്ന് അതെല്ലാ പിറന്നാളിലും അങ്ങനെയായിരുന്നു. ഇപ്പൊ ഈ കൊറോണയ്ക്ക് ശേഷം നാട്ടിൽ വരാത്തതുകൊണ്ട്, അല്ലാത്ത സമയത്തൊക്കെ അദ്ദേഹം അങ്ങനെ തന്നെയായിരുന്നു ചെയ്തിരുന്നത്. അപ്പോ അങ്ങനെ മൂകാംബികയിലൊന്നും അങ്ങനെ, അത് സരസ്വതിയല്ലേ, അങ്ങനെയാണെങ്കിൽ അത് ഹൈന്ദവരുടെ ക്ഷേത്രമാണെന്ന് പറഞ്ഞു വെക്കാം. പക്ഷെ എല്ലാവരും പോകുന്നുണ്ട്. ക്ഷേത്രം എല്ലാവർക്കും ഉള്ളതാണ്. അവിടുത്തെ ചിട്ടകളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പാലിക്കാമെങ്കിൽ ആർക്കും അവിടെ കയറാം. ഭക്തി വേണം. അതില്ലാത്തവരങ്ങോട്ട് പോണ്ട, അത്രേ ഉള്ളൂ. ഇരിക്കട്ടെ, നമ്മുടെ വിഷയം. അപ്പോൾ ഈ റിയാസിന് ഈ ആശങ്ക വരുന്നതിനൊരു കാരണമുണ്ട് ശ്രീലേ. 1937 കോൺഗ്രസിൻ്റെ, അതായത് വലിയൊരു ദേശീയ സമ്മേളനം നടക്കുന്നു. ഗാന്ധിയുണ്ട്, നെഹ്റു ഉണ്ട്, ഇവരെല്ലാവരും ഉണ്ട്. അന്ന് ഈ വന്ദേ മാതരം ആലപിക്കുന്നതിനെ കുറിച്ച് ഒരു വലിയ തർക്കം. അതായത് അന്ന് ഈ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് ഇന്ത്യ വിഭജനത്തിന് കാരണമായി എന്ന് നമ്മൾ പറയുന്ന, ഇന്നും ആരോപണം നേരിടുന്ന, ശരിയാണ്, ജിന്നയുടെ നേതൃത്വത്തിലുള്ള മുസ്ലിം ലീഗ്. ഇപ്പൊ അത് കേരളത്തിൽ പറയുന്നില്ല. കേരളത്തിലെ എല്ലാ കുഴപ്പത്തിന്റെയും കാരണം RSS ആണെന്നാണ്. അവർക്ക് മറ്റൊരു കുഴപ്പങ്ങളുമില്ല. ആൾ ഇന്ത്യ മുസ്ലിം ലീഗിനൊന്നും യാതൊരു ദോഷവുമില്ല. അതൊക്കെ മതേതര പാർട്ടിയാണ്. RSS മാത്രമാണ് രാജ്യത്തെ വിഭജിച്ചത് RSS ആണ്. ഇരിക്കട്ടെ, അല്ല, ജനങ്ങൾക്കറിയാം, വരുന്ന തലമുറയ്ക്ക് ഒക്കെ അറിയാം സത്യം എന്താണെന്ന് അറിയാം. പണ്ട് സോഷ്യൽ മീഡിയ ഇത്രയും ഉണ്ടായിരുന്നില്ല, വാർത്താ മാധ്യമങ്ങൾ ഇത്രയും ഉണ്ടായിരുന്നില്ല. ഈ ആപ്പോ ഉണ്ടാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ എന്റെ പത്രം വായിക്കുന്ന കുറച്ച് ആൾക്കാർ, വളരെ കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ജനങ്ങൾ അതിൽ കൂടുതൽ അവെയറായി. അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ BJP യുടെ വളർച്ച ഉണ്ടാവുന്നത് എനിക്ക് തോന്നുന്നത്. കാരണം ഈ സോഷ്യൽ മീഡിയയ്ക്ക് വലിയ പങ്കുണ്ട്. BJP പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല, സോഷ്യൽ മീഡിയയ്ക്ക് വലിയ പങ്കുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. അപ്പോൾ അന്ന് ഈ 37 നെഹ്റു ഒരു പ്രമേയം കൊണ്ടുവന്നു ഈ വന്ദേ മാതരം ആലപിക്കുന്നതിനെ സംബന്ധിച്ച്. അതിൽ ആദ്യത്തെ 6 സ്റ്റാൻസയുണ്ട്. ആദ്യത്തെ 2 സ്റ്റാൻസ നമുക്ക് കുഴപ്പമില്ല. അത് മറ്റേ നദികളെ കുറിച്ചും പുഴകളെ കുറിച്ചും പിന്നെ നമ്മുടെ വയലേലകളെ കുറിച്ചും പർവ്വതങ്ങളെ കുറിച്ചും ഒക്കെയാണ് പറയുന്നത്. അതുകൊണ്ട് അത് പ്രശ്നമില്ല. പക്ഷേ പിന്നാലെ വരുന്ന ഈ ദുർഗ, ലക്ഷ്മി, സരസ്വതി, ദശപ്രഹരണധാരിണി എന്നൊക്കെ പറഞ്ഞു വരുന്ന ഇതൊക്കെ വലിയ കുഴപ്പമാണ്. അത് നമ്മുടെ ന്യൂനപക്ഷ മുസ്ലിം സഹോദരന്മാരെ പിന്നെ വേദനിപ്പിക്കും. എനിക്കറിയില്ല, നമ്മുടെ കേരളത്തിൽ വളരെ പ്രശസ്തനും പ്രഗത്ഭനുമായ ഒരു കോൺഗ്രസ് നേതാവ് ഉണ്ടായിരുന്നു, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. അബ്ദുറഹ്മാൻ സാഹിബിന് ഈ കാര്യത്തിൽ എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടായിരുന്നതായിട്ട് ഞാൻ ചരിത്രത്തിലെങ്ങും വായിച്ചിട്ടില്ല. അദ്ദേഹത്തിന് വന്ദേമാതരത്തോട് എന്തെങ്കിലും അസ്പൃശ്യത ഉണ്ടായിരുന്നതായിട്ട് എനിക്കറിയില്ല. അതുപോലെ ഒരുപാട് നമ്മൾ ഈ പറയുന്ന പോലെയല്ല, അന്ന് കോൺഗ്രസിലുണ്ടായിരുന്ന ഒരുപാട് നല്ലവരായ ദേശസ്നേഹികളായ മുസ്ലിം നേതാക്കൾ വിട്ടു. കോൺഗ്രസിന് അന്നേ വിട്ടു, 37 തന്നെ വിട്ടു. വന്ദേമാതരം വെട്ടിമുറിച്ചപ്പോൾ തന്നെ കോൺഗ്രസ് ദേശീയതയെ കൈവിട്ടു. അങ്ങനെയുള്ളവരൊന്നും വന്ദേമാതരത്തിനെതിരെ എന്തെങ്കിലും പറഞ്ഞതായിട്ട് ഒരു തെളിവും ഞാൻ പറയുന്നത് ജിന്നാദി കൂട്ടർ പറയും അവർക്ക് രാജ്യം വിഭജിച്ച് കൊണ്ടുപോകണം, അത് അവരുടെ ലക്ഷ്യം, അവരുടെ അജണ്ട. പക്ഷേ കോൺഗ്രസിനോടൊപ്പം ഉറച്ചു നിന്ന മുസ്ലിം നേതാക്കൾ അവരൊക്കെ ദേശീയവാദികളായിരുന്നു. അവരാരും വന്ദേമാതരത്തിനെതിരെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞതായിട്ട് നമുക്കറിയില്ല. ഉണ്ടെങ്കിൽ ആരെങ്കിലും കാണിച്ചു തന്നാൽ കൊള്ളാം. പക്ഷേ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് നെഹ്റുവിനായിരുന്നു. നെഹ്റു ആണ് ഈ സ്ക്രൂ വെച്ച്
ഇതിനെ ആദ്യത്തെ 2 സ്റ്റാൻസ മാത്രം ചൊല്ലിയാൽ മതി എന്നുള്ള ഒരു അജണ്ട പാസ്സാക്കി എടുക്കുന്നത്. അപ്പോൾ ആ നെഹ്റുവിൻ്റെ പ്രേതം വാസ്തവത്തിൽ അത് ബാധിച്ചിരിക്കുകയാണ്. അതിപ്പോൾ ബാധിച്ചിരിക്കുന്നത് കോൺഗ്രസിനേക്കാൾ കൂടുതൽ ബാധിച്ചിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനെയാണ്. അങ്ങനെയാണ് റിയാസിനെ പോലുള്ളവർക്കൊക്കെ ഈ ഇത്രയും. അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നതേ ഈ റിയാസിന് ഇപ്പൊ മനസ്സിലായി കാണും, റിയാസിന്റെ വിഭാഗത്തിൽ നിന്നുള്ളവർ അകലുന്നു. അതുകൊണ്ട് രാഷ്ട്രീയ അവരെ ഒന്ന് സോപ്പിട്ടാൽ വർഗീയത പറഞ്ഞാലേ പറ്റുള്ളൂ. അപ്പൊ അതിന് വികസനവും ഉണ്ടായ നേട്ടങ്ങൾ. ഇപ്പൊ കാര്യം എന്തൊക്കെ പറഞ്ഞാലും വി.ഡി. സതീശന് മുഖ്യമന്ത്രി സ്ഥാനം കിട്ടാൻ കാരണം പോലും ആ വർഗീയതയാണ്, ആ പറച്ചിലാണ്. ഇപ്പോ വി.ഡി. സതീശൻ അത് കാണിക്കുന്നില്ല മുഖ്യമന്ത്രിയായ ശേഷം. ഇനി എന്താണ് സംഭവിക്കാൻ അറിയില്ല. ലീഗിന്റെ സമ്മർദ്ദവും ലീഗിന്റെ ഇടപെടലും ഒക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഞാൻ പറയണ അല്ല, ഞാൻ ചോദിക്കട്ടെ ശ്രീലേ, അത് അവരുടെ മിടുക്കല്ലേ? എന്തിനാ സമ്മർദ്ദശക്തി? എന്താ ഇവിടെ ഒന്നും പറ്റാത്ത ബഹളം വെക്കുന്നപോലെ പറ്റില്ല. കാരണം കാലാകാലങ്ങളിൽ ഇടതിനെയും വലതിനെയും പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി സ്വന്തം വ്യക്തിത്വം ഐഡന്റിറ്റി കളഞ്ഞതുകൊണ്ടുണ്ടായ പ്രശ്നമാണ് SNDPക്കും NSSനും ഉണ്ടായിട്ടുള്ള കാര്യത്തിൽ സംശയമൊന്നും. ഇനി ഇപ്പൊ കരഞ്ഞാൽ ആരും കൂടെ കരയാനില്ല. സുകുമാരൻ നായർ മനസ്സിലാക്കേണ്ടതും വെള്ളാപ്പള്ളി മനസ്സിലാക്കേണ്ടതും ഒരു മനുഷ്യൻ രണ്ടുപേരും കൂടെ തമ്മിൽ കെട്ടിപ്പിടിച്ചിരുന്ന് കരഞ്ഞോളൂ, വേറെ ആരും നിങ്ങളൂടെ കരയാൻ വരില്ല. ഒരാളും നിങ്ങൾ പറയുന്ന വാക്കുകൾക്ക് ഞങ്ങൾ പറയുന്ന വാക്കുകളുടെ അത്ര പോലും പ്രാധാന്യം നിങ്ങൾക്ക് തരില്ല. സത്യത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, മന്നത്ത് പത്മനാഭനും R. ശങ്കറും ഒക്കെ അന്ന് ഹിന്ദു മഹാമണ്ഡലം ഉണ്ടാക്കി കോൺഗ്രസിനെ വെല്ലുവിളിച്ച് കോൺഗ്രസിനെ പാഠം പഠിപ്പിച്ചവർ. അങ്ങനെ കോൺഗ്രസ് അവസാനം മൂക്കുകുത്തി മാപ്പ് പറഞ്ഞ് മന്നത്തിനെയും ശങ്കറിനെയും സമസ്താപരാധങ്ങളും ക്ഷമിക്കണമെന്ന് പറഞ്ഞ് കാല് പിടിച്ചിട്ടാണ് രണ്ടുപേരും അടങ്ങിയത്. പിന്നെ കോൺഗ്രസ് വീണ്ടും പിന്നെ എനിക്ക് തോന്നുന്നു ഈ RSSനെ എന്തൊക്കെ ഇവർ എതിർത്താലും പറഞ്ഞാലും ഒക്കെ RSSന്റെയും BJPയുടെയും നേതാക്കളെ പിന്നെയും സുകുമാരൻ നായരെക്കാട്ട് കൂടുതൽ അവർ വകവെക്കുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലാതെ ഇവർ വലിയ ഇതാണെന്നല്ലോ, സമദൂരവും ശരിദൂരവും ഒക്കെ പറഞ്ഞ് മാറി പോയതാണല്ലോ. അല്ല, സമദൂരവും ശരിദൂരവും ഒക്കെ ഇപ്പൊ എന്താണെന്ന് അതിപ്പോ മനസ്സിലായി. ഇനി 5 കൊല്ലം കൊണ്ട് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. സുകുമാരൻ നായർ ഒന്നും മനസ്സിലാക്കി. സുകുമാരൻ ഞാൻ എന്താ പ്രശ്നം എന്ന് പറയും, ബേസിക്കലി നമുക്കിപ്പോൾ നമ്മൾ പ്രവർത്തിക്കുന്ന സംഘടനയോ നമ്മൾ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തോടോ നമ്മൾ പ്രവർത്തിക്കുന്ന അന്തരീക്ഷത്തിനോടോ നമുക്ക് ആത്മാർത്ഥത ഉണ്ടാവണം എന്നുള്ളതാണ്. ഇത് ബേസിക്കലി ഇവർക്കെല്ലാം ആത്മാർത്ഥതയുള്ളൂ. കേരളത്തിലെ രാഷ്ട്രീയ രംഗത്തുള്ളവർക്കൊക്കെ ആത്മാർത്ഥതയുള്ള അവനോനിലേക്ക് മാത്രമാണ്. ഞാൻ എൻ്റെ കുടുംബം എന്നതിനപ്പുറത്തേക്ക് ഏത് ഐഡിയോളജിയുമായി അതൊന്നുമില്ല. നമ്മളെല്ലാം ആദ്യം കാണുന്നത് കുടുംബത്തെക്കാൾ ഉപരി ഒരു പക്ഷേ ആദർശം, ആശയം, അതിന് കുടുംബം പ്രാധാന്യമുള്ളതല്ല എന്നല്ല, കുടുംബവും ഒപ്പം പ്രാധാന്യമുള്ളതാണ്. അതേപോലെ പ്രാധാന്യം തന്നെ നമ്മൾ എങ്ങനെ നമ്മുടെ കുടുംബത്തെ സംരക്ഷിക്കുന്നു, ഏത് സമൂഹത്തിലാണോ നമ്മൾ ഏത് സമാജത്തെയാണോ നമ്മൾ പ്രതിനിധീകരിക്കുന്നത്. ഈ സമാജം എന്ന വാക്കിന്റെ തന്നെ അർത്ഥം സംസ്കൃത വാക്കാണത്, മനുഷ്യരുടെ കൂട്ടം എന്നാണ്. അതുപോലെ അതിന്റെ ഓപ്പോസിറ്റ് സമജം എന്നാണ്. സമജം എന്ന് വെച്ചാൽ മൃഗങ്ങളുടെ കൂട്ടം എന്നാണ്. അപ്പോൾ ഇതിനെ മൃഗങ്ങളുടെ കൂട്ടമാക്കരുത്, ഇതിനെ സമാജമാക്കണം. അതാണ് സത്യത്തിൽ ഈ സമുദായ സംഘടനകളുടെ നേതാക്കൾ ചെയ്യേണ്ടത്. അവരത് ചെയ്യുന്നില്ല. അതിൻ്റെ തിക്തഫലമാണ് ഇന്നൊരു സമൂഹം തന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇരിക്കട്ടെ, നമുക്ക് വന്ദേമാതരത്തെ ഈ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ, അതുപോലെ കിഴക്ക് നിന്ന് പടിഞ്ഞാറ് വരെ ജനങ്ങൾ, സ്വാതന്ത്ര്യ സമര സേനാനികൾ, നമ്മുടെ സ്വാതന്ത്ര്യ പോരാളികൾ, നോക്കൂ എത്ര ആൾക്കാരെയാണ് നമ്മൾ വന്ദേമാതരം സ്വാധീനിക്കാത്ത ഒരാളിന്റെ പേര് നമുക്ക് പറയാൻ പറ്റും. അതെ, തീർച്ചയായിട്ടും. ഒരാൾ എനിക്ക് തോന്നുന്നത് ജവഹർലാൽ നെഹ്റു മാത്രമാണെന്ന് തോന്നുന്നു. പക്ഷേ ജവഹർലാൽ നെഹ്റുവിനും ആദ്യത്തെ 2 സ്റ്റാൻസ വലിയ ഇഷ്ടമായിരുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് ഈ ദുർഗയും ലക്ഷ്മിയും ഒക്കെ വന്നപ്പോഴാണ് പ്രശ്നമായത്. എങ്കിലും ഞാൻ പറഞ്ഞ അത് സ്വാധീനിക്കാത്ത ഒരാളെ നമുക്ക് കാണിച്ചു തരാൻ കഴിയുമോ? പിന്നെ എന്തിനാണ് റിയാസ് ഇങ്ങനൊരു കുത്തിത്തിരിപ്പ് ഈ നല്ല ഒരു ദിവസം ഉണ്ടാക്കി? പറഞ്ഞില്ലേ, വരുന്ന 5 വർഷത്തെ പ്രീണനം ഇപ്പോ റിയാസിനും കാണില്ലേ മുഖ്യമന്ത്രിയാവണം എന്നൊക്കെയുള്ള ആഗ്രഹം. അല്ല, അത് കേരളത്തിലെ ജനങ്ങളൂടെ സമ്മതിക്കണ്ടേ? അത് പക്ഷേ ഇങ്ങനെ ഈ മുസ്ലിങ്ങൾ വിചാരിച്ചാൽ നടക്കുന്നതായിരിക്കും ഒരു പക്ഷേ. പുള്ളിയുടെ തെറ്റിദ്ധാരണ, അവർക്ക് കുറച്ചുകൂടെ ബോധമുണ്ട് കേട്ടോ. അവർക്ക് ആരെ മുഖ്യമന്ത്രിയാക്കണം, ആരെ മുഖ്യമന്ത്രിയാക്കണ്ട എന്നൊക്കെയുള്ള കാര്യത്തിൽ റിയാസിനെ പോലെയല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലെയല്ല, അവർക്ക് കൃത്യമായ ബോധമുണ്ട്. അതിനിപ്പോൾ ഇനി എത്ര നിലവിളിച്ചിട്ടും കാര്യമൊന്നുമില്ല. അത് മറ്റൊരു വിഷയം. അപ്പം ഞാൻ പറയുന്നത്, റിയാസിന് അങ്ങനെ ശങ്കയുണ്ടെങ്കിൽ ആ ശങ്ക തീർക്കാൻ വേറെ ഒരുപാട് വഴികളുണ്ട്. അതുകൊണ്ട് ഉണ്ടായ ശങ്ക അങ്ങനെ അങ്ങ് തീർത്ത് കളയുന്നതാണ് നല്ലത്. വെറുതെ ഈ പൊതുസമൂഹത്തിൽ വിഷം കലക്കാൻ. ഇതിപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇത് വേറൊരാളാണ് പറഞ്ഞിരുന്നതെങ്കിൽ, ഞാൻ പറയട്ടെ, മുസ്ലിം ലീഗിൽ ഒരു നേതാവാണ് പറഞ്ഞിരുന്നെങ്കിൽ ഇവിടെ എന്തൊരു ബഹളം ഉണ്ടായേനെ, എന്തൊരു ലഹള ഉണ്ടായേനെ. വേണു, ബിഗ് ടി വിയിലെ വേണു
പിന്നെ 24-ലെ ഹാഷ്മി, റിപ്പോർട്ടറിലെ അരുൺകുമാർ ഈ വിഷയം ചർച്ച ചെയ്യുന്നു. ഞാൻ നോക്കുമ്പോൾ അരുൺകുമാറിന്റെ ഒരു വീഡിയോ ഞാൻ കണ്ടു. അരുൺകുമാർ വലിയ ആശങ്കയാണ്, വലിയ ജാഗ്രത കാണിക്കേണ്ടതായിരുന്നു. അരുൺകുമാറിന്റെ ആശങ്ക നമുക്കറിയാം. എവിടോ കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു അധ്യാപകനായിരുന്ന അരുൺകുമാർ ഈ കാണുന്ന ഫെയിം ഒക്കെ ഉണ്ടാക്കിയത് ആദ്യം മീഡിയ വണ്ണിലൂടെ. അപ്പൊ ആ ആശങ്ക എന്തുകൊണ്ടാണ് ജീവിതകാലം മുഴുവൻ അത് കാണിക്കുന്നത്. ആ കാര്യത്തിൽ അയാളെ നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. കാരണം ആദ്യം ജോലി കൊടുത്ത സ്ഥാപനത്തോട് ഇത്രയധികം ആ പരിശീലനം നല്ല പരിശീലനം, അവിടുന്ന് കിട്ടിയ ഈ അവസരങ്ങൾ നൽകി ഇയാളെ വളർത്തിക്കൊണ്ടുവന്ന ആ ഒരു പരിശീലനം, അത് ആ പരിശീലനം തുടർന്നുകൊണ്ട് പോകാൻ അദ്ദേഹത്തിന് ഒരു ശകലം പോലും മാറ്റം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ഏതൊക്കെ സ്ഥാപനങ്ങളിൽ പോയാലും അരുൺ റിപ്പോർട്ടറിൽ പോയാലും നാളെ ഏഷ്യാനെറ്റിൽ വന്നാലും പുതിയ ജനത്തിൽ വന്നാലും ഇത് മാറില്ല, ജന ടിവിയിൽ വന്നാലും ഇതൊക്കെ തന്നെ മാറത്തില്ല. അപ്പോൾ ഞാൻ പറയുന്ന അരുണ് പറയുകയാണ് വലിയ ജാഗ്രത കാണിക്കേണ്ടതായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ പാസ്സാക്കിയ ഒരു നിയമത്തിനെതിരെ ജാഗ്രത കാണിക്കണം. അരുണെ അഴിയെണ്ണും അവിടെ കിടന്ന് അകത്ത് കിടന്ന് 1, 2, 3 അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും എണ്ണും. നിങ്ങൾ കളിക്കുന്നത് ദേശീയ ചിഹ്നങ്ങളോടാണ്, ദേശീയ ബിംബങ്ങളോടാണ്. അത് നിസ്സാര കാര്യമൊന്നുമല്ല. ജനഗണമന പോലെ തന്നെ നമ്മൾ ജനഗണമനെ എത്രയും ബഹുമാനിക്കുന്നുണ്ടോ അത്രയും തന്നെ വന്ദേ മാതരത്തെയും ബഹുമാനിക്കണം. ജനഗണമന രചിക്കപ്പെടുന്നതിനും വർഷങ്ങൾക്ക് മുമ്പേ, പതിറ്റാണ്ടുകൾക്ക് മുമ്പ് രചിക്കപ്പെട്ട ദേശീയ ഗീതമാണ് വന്ദേ മാതരം. സ്വാതന്ത്ര്യ സമര സേനാനികളെ ഭാരതം എന്ന സങ്കല്പം തിരിച്ചു പിടിക്കാൻ, ഒരു കാലത്ത് ഉണ്ടായിരുന്ന ഭാരത സങ്കല്പത്തെ തിരിച്ചു പിടിക്കാൻ, ആ ഭാരതത്തെ അമ്മയായിട്ട്, അതായത് വളരെ പ്രാചീനമായിട്ട് നമ്മുടെ സാഹിത്യങ്ങളിൽ നിന്ന് കണ്ടുകിട്ടുന്ന ജനനീ ജന്മഭൂമിശ്ച, പെറ്റമ്മയും പിറന്ന നാടും സ്വർഗത്തെക്കാൾ മഹത്തരം എന്ന മഹത്തായ സങ്കല്പത്തെ തിരിച്ചു പിടിക്കാൻ നമുക്ക് ഊർജം തന്ന് നമ്മളിലേക്ക് അതിൻ്റെ ആ ആവേശം, അതിൻ്റെ ആ പ്രോത്സാഹനം ഒക്കെ നമ്മുടെ സിരകളിലേക്ക് കടത്തിവിട്ട, നമ്മുടെ തലച്ചോറുകളെ പ്രകമ്പനം കൊള്ളിച്ച, നമ്മളിൽ വിപ്ലവ വീര്യം ജ്വലിപ്പിച്ച ഒരു കൃതിയാണ്, ഒരു വാസ്തവത്തിൽ ഒരു മന്ത്രമാണ്. കൃതി എന്ന് പറഞ്ഞാൽ പോരാ, വെറും ശ്ലോകമല്ല, വെറും പദ്യമല്ല, അതൊരു ദിവ്യ മന്ത്രമാണ്, ദേശീയതയുടെ മന്ത്രമാണ് വന്ദേ മാതരം. ആ മന്ത്രത്തെ നിങ്ങൾ അപമാനിക്കാൻ ശ്രമിക്കരുത്. അത് റിയാസ് ആണെങ്കിലും അരുൺ ആണെങ്കിലും ആരാണെങ്കിലും ശരി. നോക്കൂ, രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും എത്ര അച്ചടക്കത്തോടെയാണ് അവരതിനെ സ്വീകരിച്ചത്. അതുപോലെ മുസ്ലിം ലീഗിന്റെ എല്ലാ മന്ത്രിമാരും, കുഞ്ഞാലിക്കുട്ടി സാഹിബ് അടക്കമുള്ളവർ, എത്ര അവർ സത്യത്തിൽ അവരിലൊക്കെ ദേശീയത ഇല്ലെന്ന് പറയുന്നവർക്ക് നല്ല അടി കൊടുക്കണം അല്ലേ? അവരൊക്കെ എത്ര കൃത്യമായിട്ട് എത്ര അച്ചടക്കത്തോടെ. ഇവിടെ എല്ലാവരും പ്രതീക്ഷിച്ചത് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇത് ഈ സത്യപ്രതിജ്ഞ ചടങ്ങ് തന്നെ ബഹിഷ്കരിക്കും എന്നൊക്കെയാണ്. അത് കമ്മ്യൂണിസ്റ്റുകാരെ ഈ മണ്ടത്തരം വിചാരിക്കുള്ളൂ കേട്ടോ. അവർക്കേ ഉള്ളൂ ഈ ഇത്തരം കുഴപ്പങ്ങൾ. റിയാസിനെ പോലെയുള്ള ആൾക്കാർ അതും അതിലപ്പുറവും സങ്കല്പിക്കും. ഒന്നാമത് ഭരണം പോയി എങ്ങനെയെങ്കിലും കസേരയിൽ ഒന്നിരിക്കണം. ഇതാണ് ഏറ്റവും വലിയ ആഗ്രഹം. മന്ത്രിയായിട്ടിരുന്നതല്ലേ, ഇനി അതിന്റെ ആ സുഖ സൗകര്യങ്ങളൊക്കെ ഇനി 5 കൊല്ലം പ്രതിപക്ഷ നേതാവ് കിട്ടുമെന്ന് വിചാരിച്ച അമ്മായിപ്പൻ അതും അതൊന്നും തട്ടിക്കൊണ്ടുപോയി. അതിന് സാധ്യതയില്ല. ഈ 5 കൊല്ലം ഒന്നും അല്ല കേട്ടോ, 50 കൊല്ലം കഴിഞ്ഞാലും തിരിച്ചുവരവില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അന്ത്യകൂദാശ നൽകപ്പെട്ട് കഴിഞ്ഞു. എന്തായാലും അതുകൊണ്ട് ഇദ്ദേഹത്തിന്, മുഹമ്മദ് റിയാസിന് ആ ശങ്കയുണ്ടെങ്കിൽ ആ ശങ്ക തീർക്കാനുള്ള ഒരുപാട് വഴികളുണ്ട്. അതിനെ അങ്ങ് തീർക്കുക. ഈ ശങ്ക കെട്ടിപ്പിടിച്ച് വെച്ചുകൊണ്ടിരിക്കുന്നത് വലിയ അപകടമാണ്. പ്രകൃതി വേഗങ്ങളെ തടയരുതെന്നാണ്. തടഞ്ഞാൽ അത് വലിയ രോഗങ്ങളുണ്ടാക്കും, വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. അതിൻ്റെ ദോഷം റിയാസ് തന്നെ അനുഭവിക്കേണ്ടി വരും. സമാജത്തിന് അതുകൊണ്ട് ഒരു ദോഷവും ഉണ്ടാകില്ല. അതുകൊണ്ട് വന്ദേ മാതരവും ജനഗണമനയും ഒക്കെ നമ്മുടെ നാട്ടിൽ ഇനി തുടർച്ചയായിട്ട് ആലപിക്കും. എല്ലാ ചടങ്ങുകൾക്കും വന്ദേ മാതരം പൂർണ്ണമായിട്ട് ആലപിക്കും. ഈ ജനഗണമനയ്ക്ക് എങ്ങനെയാണോ നമ്മൾ ബഹുമാനം കൊടുത്തിരുന്നത് അതുപോലെ തന്നെ വന്ദേ മാതരത്തിനും ആ ബഹുമാനം കിട്ടുന്നുണ്ട്, ഇനിയും കിട്ടും. അതിൽ കരഞ്ഞിട്ട് കാര്യമില്ല റിയാസെ.